മൈസൂരിൽ നിങ്ങൾ വന്നിട്ട് അതിരാവിലെ തന്നെ ഇത്രയും ആളുകൾ ക്യൂ നിന്ന് വാങ്ങുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ദോശ ഏതാണെന്ന് അറിയാമോ? 70 വർഷം വെള്ളത്തിന്റെ അടിയിലായിരുന്നിട്ട് പിൽക്കാലത്ത് റീകൺസ്ട്രക്ട് ചെയ്യപ്പെട്ട 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട അതിസുന്ദരവും ശാന്തവുമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ? അതെ, മൈസൂരിൽ വരുന്ന ആളുകൾ അധികം എത്തിപ്പെടാത്ത എന്നാൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ചില കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കണ്ടാലോ? ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ മൈസൂരാണേ ഉള്ളത്. രാവിലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടത്തെ ഒത്തന്റിക് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദോശ സ്പോട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. മൈസൂർ നസർബാദിലുള്ള വിനായക മൈലാരി ദോശ സെന്റർ. രാവിലെ 6:30 മണിക്കാണ് ഈ ഷോപ്പ് തുടങ്ങുന്നത് കേട്ടോ. ഇതാണ് അവരുടെ ആദ്യത്തെ ഷോപ്പ്. അവിടെ നല്ല ക്യൂ ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് പുതിയൊരു ഷോപ്പ് ഉണ്ട്. ഇവിടത്തെ ക്യൂ നോക്കിക്കേ. എന്റെ ദൈവമേ, ഇവരൊക്കെ എത്ര നേരത്തെ വന്ന് നിൽക്കുന്നു നോക്കിക്കേ. ഏതായാലും 1938 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. ഉള്ളിൽ നല്ല തിരക്കുണ്ട്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവരൊക്കെ ഇറങ്ങിയതിന് ശേഷമല്ലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇത്രയ്ക്ക് ഹൈപ്പുള്ള ഈ ഒരു ദോശ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി കേട്ടോ. ഈ കാണുന്ന ചേട്ടനാണ് എല്ലായിടവും ദോശ സെർവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓർഡർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇവിടെ ദോശയും ഇഡലിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ സീറ്റിലും വന്ന് നമുക്ക് സെർവ് ചെയ്തിട്ട് പോകും. പിന്നെ കൂടെ ഒരു ചട്നിയാണ് വരുന്നത്. പണ്ട് കാലത്ത് ചാമുണ്ഡി ഹിൽസിലെ ശ്രീ ചാമുണ്ടേശ്വരി ദേവിയുടെ ഭക്തരായിരുന്നു മൈലാരി കുടുംബം. ക്ഷേത്രത്തിൽ നിവേദ്യമായിട്ട് അവരൊരു പ്രത്യേക തരത്തിലുള്ള സോഫ്റ്റ് ദോശ തയ്യാറാക്കിയിരുന്നു. പ്രത്യേക അരിയും പയറും ഒക്കെ ചേർത്തിട്ട് നെയ്യിൽ സ്ലോ കുക്ക് ചെയ്തിരുന്ന ഈ ദോശയാണ് പിന്നീട് മൈലാരി ദോശ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ടേൺ എത്തിയിട്ടുണ്ട്. 2 ദോശ വെച്ചിട്ടാണ് ആള് ഓരോരുത്തർക്കും സെർവ് ചെയ്തത്. കേശുവിന് 1 വെച്ചത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പുറത്തൊരു പീസ് ബട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലഫിയാണ്, നല്ല സോഫ്റ്റ് ആണ്. ഒത്തിരി പരത്തിയിട്ടില്ല. ഒരു ചമ്മന്തി ഉണ്ട്, ഉള്ളിലൊരു മസാലയുണ്ട്. ഏതായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചട്നി കൂട്ടിയിട്ടാണ് അത് നമ്മൾ ടേസ്റ്റ് ചെയ്തത്. നല്ല ഫ്ലേവർ ഉണ്ട്. ആദ്യത്തെ ഒരു 2-3 തവണ നമ്മളിത് വെക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മത്ത് പിടിക്കുന്ന ഒരു സ്റ്റേറ്റിലായിട്ട് മാറിയിട്ടോ. കാരണം ഒരുപാട് നെയ്യിലാണല്ലോ അത് ചെയ്യുന്നത്. അതുകൊണ്ട് 2 ദോശ എന്നുള്ളത് നമുക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൃഷ്ണരാജസാഗർ ഡാമിൻ്റെ ഏരിയയിലേക്കാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ചില സ്ഥലങ്ങൾ മാത്രമായിരിക്കും വീണ്ടും പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നത് അല്ലേ? അങ്ങനെ മൈസൂരിൽ 2 years ബാക്ക് വന്നപ്പോഴത്തേക്കും 2 സ്ഥലങ്ങൾ അങ്ങനെ എൻ്റെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൂടെ കൊണ്ടാണ് നമ്മൾ കൊല്ലി ഹിൽസിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും മൈസൂർ വഴി പോയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ എൻ്റെ ലിസ്റ്റിലുള്ള ആദ്യത്തെ സ്പോട്ടായ ശ്രീ വേണുഗോപാല സ്വാമി ടെമ്പിളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് ആണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ആണ്. അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. വലിയൊരു വിശാലമായിട്ടുള്ള നടപ്പാതയുണ്ട്. നല്ല കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ചുറ്റുമുള്ളത് കൃഷ്ണരാജസാഗർ, അതായത് KRS ഡാമിൻ്റെ വെള്ളമാണ് ഇതിൻ്റെ 3 വശത്തും ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 2 years മുന്നേ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അന്ന് എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഉണ്ണിച്ചേട്ടൻ, വൈഫ് അർച്ചന ചേച്ചി. അവരുടെ വീട്ടിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അന്ന് ഉണ്ണിച്ചേട്ടനാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. അന്ന് ഈ കാണുന്ന തിരക്കൊന്നുമില്ല കേട്ടോ. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ വേണുഗോപാല സ്വാമിയാണ്, അതായത് ഓടക്കുഴൽ ഊതുന്ന ഭാവത്തിലുള്ള ശ്രീകൃഷ്ണൻ. ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം കാവേരി നദിക്ക് കുറുകെ KRS ഡാം നിർമ്മിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണ്. 12ാം നൂറ്റാണ്ടിലെ കണ്ണമ്പാടി ഗ്രാമത്തിലെ ഹൊയ്സാല ആർക്കിടെക്ചറിൽ പണിത ഒരു മാസ്റ്റർ പീസായിരുന്നു അന്നത്തെ വേണുഗോപാലസ്വാമി ക്ഷേത്രം. KRS ഡാമിന്റെ നിർമ്മാണത്തോടുകൂടി 1930കളിൽ കണ്ണമ്പാടി ഗ്രാമത്തോടൊപ്പം ആ ക്ഷേത്രം വെള്ളത്തിനടിയിലായി. ജലനിരപ്പ് കുറയുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ കാണായിരുന്നു. ഒരു 2000 ഒക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് അത് വിസിബിളായി. അങ്ങനെ 70 വർഷങ്ങൾക്കിപ്പുറം പ്രമുഖ വ്യവസായിയും സാമൂഹിക സേവകനുമായിട്ടുള്ള ശ്രീഹരി ഖോഡായിയുടെ ഖോഡായി ഫൗണ്ടേഷനാണ് ഈ ക്ഷേത്രം മാറ്റി സ്ഥാപിക്കുകയും പുനരുദ്ധീകരിക്കുകയും ചെയ്യാനുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്തത്. ഒരുപാട് ശില്പകലാ വിദഗ്ധർ ഈ ഒരു പ്രോസസ്സിൽ ഭാഗമായിട്ടുണ്ട്. പഴയ ക്ഷേത്രത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വീഡിയോയിൽ പകർത്തുകയും 16,000-ലധികം ഫോട്ടോകൾ എടുക്കുകയും നിർമ്മാണത്തിന് ഉപയോഗിച്ച ഓരോ കല്ലുകളും പ്രത്യേകം നമ്പർ ചെയ്യുകയും മാർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു.
അങ്ങനെ ഓരോ കല്ലുകളും സൂക്ഷ്മമായിട്ട് നീക്കം ചെയ്ത് പരിശീലനം ലഭിച്ച ശില്പികളും കലാകാരന്മാരും ചേർന്ന് പുതിയ കണ്ണമ്പാടി ഗ്രാമം, അതായത് ഇന്നത്തെ ഹോസ കണ്ണമ്പാടിയിലേക്ക് പുനർനിർമ്മിച്ചു. 2011 ഡിസംബറോടുകൂടിയാണ് ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കി ക്ഷേത്രം പൂർണ്ണമായിട്ട് മാറിയത്. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ട് കാണുന്ന കല്ലിൽ കൊത്തിയെടുത്ത രഥത്തിന്റെ രൂപത്തിലുള്ള ഒരു മണ്ഡപമാണിത്. വശങ്ങളിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ള 2 ആനകളും വലിയ ചക്രങ്ങളും മുകളിൽ ചെറിയ ക്ഷേത്ര ശിഖരവും കാണാം. ഹൊയ്സാല വിജയനഗര ശൈലിയിലുള്ള ശില്പങ്ങളുടെ ഒരു ഉദാഹരണമായിട്ടാണ് ഇതിനെ പറയുന്നത്. രഥത്തിന്റെ രൂപം മാത്രമേ ഉള്ളൂ കേട്ടോ, ഇത് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല, സ്ഥിരമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഒരാളത് എന്നെ കാണാനായിട്ട് ഓടി വരുന്നുണ്ടേ. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടായിരിക്കണമല്ലോ ഈ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇവിടെ വേറെ പാർക്കിംഗ് ഫീസോ എൻട്രൻസ് ഫീസോ എന്തിനു പറയണം, ₹1 വഴിപാടോ കാണിക്കയോ പോലും ഇവർ സ്വീകരിക്കാറില്ല. അതിവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന പ്രത്യേകതകളിൽ ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു കാര്യമാണ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് പതിയെ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഇനി കഷ്ടിച്ചൊരു 9 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈസൂരിലെ പ്രശസ്തമായിട്ടുള്ള ബൃന്ദാവൻ ഗാർഡനിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി 2-3 തവണ ഗാർഡനിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളും ചിലപ്പോൾ മൈസൂർ വന്നപ്പോൾ ഗാർഡൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടുത്തെ വേണുഗോപാല സ്വാമി ക്ഷേത്രത്തിൽ ഇതിനു മുന്നേ പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വെൽക്കം ടു ബൃന്ദാവൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് പാർക്കിംഗ് ഫീസ് കളക്ട് ചെയ്യുന്ന ഈ ഒരു സ്ഥലം. ₹100 കാറിന് പാർക്കിംഗ് ഫീസ് അവർ മേടിക്കുന്നത്. റോഡൊക്കെ നല്ല വിജനായിട്ട് കിടക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ ഒരു തിരക്ക് ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഈ കടകളൊക്കെ ഈവനിങ് ടൈം ആവണം ഫുൾ ഒന്ന് സജീവമാവാനായിട്ട്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നടന്നപ്പോഴാണ് പോക്കറ്റിൽ നിന്ന് രാവിലത്തെ ബില്ല് കിട്ടിയത്. 5 ദോശയ്ക്ക് ₹315. അതിൽ ₹15 GST ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാം. എൻട്രൻസ് ടിക്കറ്റ് ₹100 ഒരു അഡൾട്ടിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത്. ക്യാഷ് പേയ്മെന്റ് ഓൺലി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ കാശ് കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. സംഭവം പകൽ സമയമായതുകൊണ്ട് വലിയൊരു തിരക്കില്ലെങ്കിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ എൻട്രൻസിന്റെ തൊട്ടടുത്തായിട്ടുള്ള കുറച്ച് കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെയൊക്കെ സജീവമായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ പോലെയുള്ള സാധാരണ മലയാളികൾക്ക് മൈസൂർ എന്ന് കേട്ടാൽ ബൃന്ദാവൻ ഗാർഡൻ ഉറപ്പായിട്ടും മനസ്സിൽ വരും. നമ്മളിൽ പലരും ചിലപ്പോൾ സ്കൂൾ കോളേജ് ട്രിപ്പുകളുടെ ഭാഗമായിട്ടൊക്കെ മൈസൂർ വന്നപ്പോൾ വൺ ഓഫ് ദി മേജർ ഡെസ്റ്റിനേഷൻ ഈ ഗാർഡൻ തന്നെ ആയിരിക്കുമല്ലോ. അത്തരം ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകൾ നമുക്കുള്ളത് കൊണ്ടാണ് ഈ ഗാർഡനിൽ തൊട്ടടുത്ത് വന്നിട്ട് എങ്ങനെ നമ്മൾ കയറാതെ പോവും. അതുകൊണ്ടാണ് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ കയറാതെ പോകാനായിട്ട് നമുക്ക് തോന്നാത്തത്. ഇവിടെ നടന്ന് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ വലിയ വെയിലൊന്നും ഇല്ലാത്തത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മൈസൂർ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന വേണുഗോപാലസ്വാമി ക്ഷേത്രവും ഈ ബൃന്ദാവൻ ഗാർഡൻ ഒന്നിച്ച് കവർ ചെയ്യാവുന്നതാണ്. പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഈവനിങ് ടൈമിൽ ക്ഷേത്രത്തിൽ പോയി അവിടെ ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം ആ ഒരു ആംബിയൻസും ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശേഷം ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരിക, ഈ ഗാർഡനിലേക്ക് വരിക. അപ്പോൾ ആ ഒരു പകൽ വെളിച്ചത്തിൽ തന്നെ ഈ ഗാർഡൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ 6:30 മുതൽ ഒരു 8 മണി വരെ നോർമൽ ഡേയ്സിൽ ആ ഒരു ടൈമാണ്. എനിക്ക് തോന്നുന്നു ഹോളിഡേയ്സിലൊക്കെ 8:30 വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഷോയും മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വൃന്ദാവൻ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് സന്തോഷമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാം. ഈ ഗാർഡന്റെ ഉള്ളിൽ തന്നെ ഒരു ലക്ഷറി സെറ്റപ്പിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിലുള്ള ഒരു ഓപ്ഷനാണ് റോയൽ ഓർക്കിഡ്. ആരും പേടിക്കേണ്ട, ഇതുപോലെ ചെറിയ അസുഖം ഇടയ്ക്ക് എനിക്ക് വരാറുണ്ട്. അവസാനം തല കറങ്ങിയപ്പോഴത്തേക്കും പതിയെ അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ താഴേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്കുണ്ട്, ബോട്ടിങ്ങിനായിട്ടുള്ള സൗകര്യമുണ്ട്, അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. ഒരു പോപ്കോൺ വാങ്ങി കൊടുത്തതോടുകൂടി കേശുകുട്ടൻ്റെ ഹാപ്പിനെസ് ഡബിളായി. ഇറങ്ങുന്നതിൻ്റെ അടുത്തായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ഇനി അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് വെറൈറ്റീസിലുള്ള ചെടികളുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവർ ഷോയിലൊക്കെ നോർമലി കാണുന്ന ഒരു കാര്യമാണ് പൂക്കൾ കൊണ്ട് ഇങ്ങനെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ. ഇതേ കണ്ടോ, പോപ്കോണൊക്കെ കഴിച്ച് വളരെ ലാവിഷായിട്ടാണ് വരുന്ന ആശാൻ അവിടെ.
സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൈസൂർ വരുമ്പോൾ റീവിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 2 സ്ഥലങ്ങളുണ്ടെന്ന്. അതിലെ 2ാമത്തെ സ്ഥലത്തേക്കാണ് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത്. ആക്ച്വലി അത് കുറച്ച് അഡ്വഞ്ചറസ് ആണ്. ഒരു മുതലമടയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാമേ. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് സ്നേഹത്തോടെ ടീം ട്രാവലിംഗ് ട്രയോ.